ഹായ് ഹലോ, വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഏരിയയുടെ മാത്രം ഒരു വീഡിയോ, അതേപോലെ തന്നെ നമ്മൾ ഉത്സവത്തിൻ്റെ വീഡിയോ, അതല്ലാത്ത ഷോർട്സ്, അങ്ങനെ ഒരുപാട് വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഇതെൻ്റെ നാട്ടിലെ ഒരു സുന്ദരമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പരിചിതമായ സ്ഥലമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു രീതിയിൽ പരിപാലിച്ചു പോരുന്ന ഒരു യുവ കൂട്ടായ്മ, ഈ ഷെഡും കാര്യങ്ങളും ഇരിപ്പിടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു യുവ കൂട്ടായ്മ അവിടെ ഉണ്ട്. അവരിത് നന്നായി പരിപാലിച്ചു പോരുന്നുണ്ട്. ചെടികളും പൂക്കളും ഒക്കെയുള്ള ഒരു നല്ല സുന്ദരമായ ഇടമാക്കി ഈ ഒരു ഏരിയ മാറ്റിയിട്ടുണ്ട്. പുഴയോരമായതുകൊണ്ട് തന്നെ നല്ല കാറ്റേറ്റിരിക്കാനും ഈവനിങ്ങിലൊക്കെ ഇരിക്കാനും, പിന്നെ സ്കൂളിൻ്റെ തൊട്ട് മുൻവശത്തായതുകൊണ്ട് തന്നെ കുട്ടികൾക്കും സേഫായിട്ട് അതിൽ പോകാനും കാടൊന്നുമില്ലാതെയൊക്കെ അടിപൊളിയായിട്ട് അതിമനോഹരമായിട്ട് അവരത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ നമ്മുടെ ഉത്സവം, അയ്യപ്പൻകാവ് ഉത്സവമായിരുന്നു. മാർച്ച് 14 വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ അത് നടക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വീട്ടിക്കുന്ന് ഭാഗത്ത് നിന്നും കാളവേല ഒരു 2 മണിക്ക് പുറപ്പെട്ട് ഈ വഴിയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോവുക. അപ്പോൾ അവർ ഈ വഴി ഇവിടെ എത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വത്തക്ക വെള്ളം തയ്യാറാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ യുവ കൂട്ടായ്മ കടന്നിട്ടുള്ളത്. അപ്പോൾ അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്, പള്ളിയിൽ പോകണം, ജുമയ്ക്ക് പള്ളിയിൽ പോകണം. ആ പള്ളി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നോമ്പെടുത്തിട്ടുള്ള സുഹൃത്തുക്കൾ, നോമ്പെടുത്ത സഹോദരങ്ങൾ, അവരാണ് ഈ വത്തക്ക വെള്ളം തയ്യാറാക്കി എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം. കാരണം ഞാനിതിനൊക്കെ സാക്ഷിയാണ്, കാരണം ഞാനും ഇതിൽ പങ്കാളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അവർ അത്രത്തോളം ആത്മാർത്ഥമായി ചെയ്ത ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഇത് പ്രത്യേകം ഇടണം, അല്ലെങ്കിൽ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് പ്രത്യേകം ഇടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഉത്സവത്തിൻ്റെ വലിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലും ഈ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് മാറ്റിയിടാൻ കാരണം ഇത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു സഹോദരങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തി, പുണ്യമാസത്തിലെ പുണ്യപ്രവൃത്തി, അത് അടിപൊളിയായി എല്ലാവർക്കും വെള്ളം കിട്ടി. അത്രയും മനോഹരമായ ഒരു പരിപാടിയായി മാറി. കലാകാരന്മാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അതിമനോഹരമായ രീതിയിൽ ദാഹമകറ്റാനും കുറച്ച് നേരം അവിടെ വിശ്രമിക്കാനും ഒക്കെ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതൊരു പുണ്യപ്രവൃത്തി തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉത്സവത്തിൻ്റെ ഫുൾ വീഡിയോ കാണാത്തവർ അത് കയറി കാണണം. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകളുമായി ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി വയ്ക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോകളും മുൻ വീഡിയോകളൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ഈ യുവ കൂട്ടായ്മയിലെ അംഗങ്ങളെ പേരുകൾ ഞാൻ എടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ, ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അത് അവർക്കൊരു വിഷമമാവും എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും അതിലെ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹം അറിയിക്കും.